നേതാക്കന്മാരുടെയോ മറ്റേതെങ്കിലും മേലാളന്മാരുടെയോ താരാട്ട് കേട്ട് വളർന്നിട്ടല്ല ഇവിടുത്തെ ഡിവൈഎഫ്ഐയും സിപിഎമ്മും കേരളത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. മറിച്ച് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ജനകീയ മുദ്രാവാക്യങ്ങൾ പിന്നിൽ അടിയോഗത്തിൽ നിന്ന് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത്. അങ്ങനെ ജനനേതാക്കളെ കുറിച്ച് ഇനിയും സോഷ്യൽ മീഡിയയിൽ ഇത്തരം വ്യാജ പോസ്റ്റുകൾ ഇടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മോനെ ഞങ്ങൾ ഒന്ന് പറഞ്ഞു വെക്കാം. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിനകത്തേക്ക് മാസം നടത്താൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ തീരുമാനിച്ചത് സാദിഖ് കവീറിന്റെ വീടിന് മുമ്പിലെത്തി വീട്ടുകാരെയും നാട്ടുകാരെയും വഹിച്ചുകൊണ്ട് ഒരു താക്കീത് നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്നത്. അല്ലാതെ 10 പോലീസുകാരെ വെച്ച് നിങ്ങൾ തടഞ്ഞത് കൊണ്ടാണ് ഞങ്ങളിവിടെ നിന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ മുസ്ലിം ലീഗിനെയും യൂത്ത് ലീഗിനെയും പോലീസിനെയും ഒക്കെ ഒരുപാട് കൊണ്ടതുമാണ് ഞങ്ങൾ. ഒരുപാട് കൊണ്ടതിനപ്പുറത്ത് ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. ആ കണക്കാണ് നിൽക്കട്ടെ. ഞങ്ങൾക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇനിയും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പരനാറി പോസ്റ്റുകളുടെയാണെങ്കിൽ മോനെ അഭിയതെ മോനെ ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം. ഞങ്ങളെ താക്കീത് ചെയ്യുക ഭീഷണിപ്പെടുത്തുകയൊന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണേ എടുക്കാം. പകരം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിന്റെ പൂർവ്വ പരമ്പരയിൽ എവിടെയെങ്കിലും പിഴച്ചു വെച്ച സന്തതികളില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു തവണ കൂടി നിനക്ക് സോഷ്യൽ മീഡിയയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാം. അങ്ങനെ നീ ഇട്ടാൽ അന്ന് ഈ ഡിവൈഎഫ്ഐ എന്താണെന്ന് നീ മനസ്സിലാക്കും. കാലിന് പോലും വേണ്ടാത്ത കൊടുക്കും അതിനകത്ത് സംശയം വേണ്ട. ഈ കാപ്പാടെയും വെങ്ങത്തെയും ചേമന്തിരിയെയും ഡിവൈഎഫ്ഐയുടെ ചരിത്രം നീ പരിശോധിക്കണം. ഈ കൊയ്യാടിക്കകത്ത് എന്താണ് ഡിവൈഎഫ്ഐ എന്ന് നീ പഠിക്കണം. അതിനപ്പുറത്തേക്ക് നിന്റെ ജൽപ്പനത്തിലേക്ക് വാലാട്ടുന്ന 4 ആളുകൾ കാപ്പാട്ടങ്ങാടിയിൽ ഉണ്ടാവാം. നിനക്ക് ചായ വാങ്ങിത്തരുന്നവരുണ്ടാവും. തോളിത്തട്ടി അഭിനന്ദിക്കുണ്ടാവും. അവരുടെ ഉമ്മാക്കി കണ്ട് നീ ഞങ്ങൾക്കെതിരെ വന്നാൽ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകാൻ രക്തം നൽകാൻ എല്ലാം തയ്യാറായി വന്ന ജയിലറ എപ്പോഴും ഞങ്ങളൊരു മണിയറയെ സ്വീകരിക്കുന്ന സഖാക്കളാണ് നിനക്ക് താക്കീത് തരുന്നത്. ഒരിക്കൽ കൂടി നീ ഞങ്ങൾക്കെതിരെ വന്നാൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾക്കെതിരെ വന്നാൽ സാധിക്കാതെ പിന്നെ നിനക്ക് വരേണ്ടി വരില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് വ്യക്തിഹത്യ ചെയ്തല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമായ, ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടന.